ഏവർക്കും ജേക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ജേക്കോ ജുവൽസ്, തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജേക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ നഗരത്തിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് തുറന്നു നൽകിയ സംഭവത്തിൽ ട്രാഫിക് എസ്ഐക്കെതിരെ വകുപ്പ് തല നടപടി. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ രാഷ്ട്രീയപരമായ നാടകമാണ് അരങ്ങേറിയതെന്ന് CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. മൂവാറ്റുപുഴ നഗരത്തിലെ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് തുറന്നു നൽകിയ സംഭവത്തിൽ മൂവാറ്റുപുഴ ട്രാഫിക് എസ്ഐക്കെതിരെ അച്ചടക്ക നടപടി. ട്രാഫിക് എസ്ഐ KP സിദ്ദിഖ് നാടമുറിച്ച റോഡ് തുറന്നു കൊടുത്തത് ഉന്നത പോലീസ് അധികാരികളെയും മറ്റും അറിയിക്കാതെയായിരുന്നു എന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. സംഭവത്തിൽ DYSP സിദ്ദിഖിനോട് വിശദീകരണം തേടി. രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് DYSP PM ബൈജു SIയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. മാത്യു കുഴൽനാടൻ MLAയുടെ രാഷ്ട്രീയ നാടകത്തിന് SI കൂട്ടുനിന്നതിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റെയും മുനിസിപ്പൽ ചെയർമാൻ്റെയും കുറച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ നാടമുറിച്ച്, അതും ട്രാഫിക് SI ആയിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തിൽ നാടമുറിച്ചുകൊണ്ട് വഴി തുറന്നതിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ള ഒരു പ്രഹസനം നടത്തുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കിഫ്ബി പദ്ധതിയെക്കുറിച്ച് ഏറ്റവും മോശകരമായ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. കഴിഞ്ഞ 4.5 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് വർക്കാണ് ഈ മൂവാറ്റുപുഴയിൽ നടന്നത് എന്ന് അദ്ദേഹം പറയണം. ഇപ്പോൾ നടക്കുന്ന നഗരവികസനം, അതുപോലെ തന്നെ മുറിക്കല്ല് പാലം, മൂവാറ്റുപുഴ സ്റ്റേഡിയം, 42 കോടി രൂപയുടെ മൂവാറ്റുപുഴ സ്റ്റേഡിയം, മുറിക്കല്ല് പാലം, നമ്മുടെ ടൗൺ വികസനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത്, അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ട ഫണ്ടാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തൻ്റെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും തൻ്റെ ബലഹീനതയും തൻ്റെ പോരായ്മയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയാണ്. മാത്യു കുഴൽനാടൻ്റെ MLA ഫണ്ടല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. റോഡിൻ്റെ വികസന പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇനിയും വർക്കുകൾ നടക്കാനിരിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തി ജനങ്ങളെയും ആളുകളെയും വഞ്ചിക്കുന്ന സമീപനം, ആ സമീപനത്തിന് നമ്മുടെ ട്രാഫിക് SI ഉൾപ്പെടെ ട്രാഫിക് SIയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുകയായിരുന്നു, MLA ഇവിടെ വരെ വരാൻ പറഞ്ഞ് വിളിച്ചു, ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു, അവിടെ കിടന്നൊരു കയറെടുത്ത് പിടിച്ച് നേരെ നാടയാക്കി ഈ നാട മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചെയർമാനും അതിൻ്റെ ഭാഗമായി അവിടെ ചേർന്ന് നിൽക്കുക, കുറച്ച് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ചേർന്ന് നിൽക്കുക. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വികസനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിച്ച് അത് തൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്ന സമീപനമാണ് മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രഹസനം നടത്തി ജനങ്ങളെ പറ്റിച്ചതിനെതിരായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ CPMൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന് തുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ നഗരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രഹസനം അവസാനിപ്പിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നഗരവികസനം പൂർത്തിയാകും മുൻപ് റോഡ് നാടകീയമായി തുറന്നു നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാനാണെന്നും CPM ചൂണ്ടിക്കാട്ടി. ടാറിംഗ് പൂർത്തിയാക്കിയതോടെ കച്ചേരിത്താഴ് മുതൽ PO ജംഗ്ഷൻ വരെയുള്ള MC റോഡ് വെള്ളിയാഴ്ച തുറന്നു നൽകിയിരുന്നു. മാത്യു കുഴൽനാടൻ MLA, നഗരസഭാ ചെയർമാൻ PP എൽദോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രാഫിക് SI KP സിദ്ദിഖ് റോഡ് തുറന്നു നൽകിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.